കുറച്ച് മുറി ഇംഗ്ലീഷ് അറിയാവുന്ന ഏതവനും പ്രോഗ്രസീവ് പുരോഗതിയാവുന്ന കാലമാണ് ഇത്. സർ എന്ന വാക്കിന്റെ ഫുൾ ഫോം സ്ലേവ് ഇൻ റെസ്പെക്ട് എന്ന് പറയും വെസ്റ്റേൺ സൈഡിലോട്ടൊക്കെ. അവര് പരിഹസിക്കുന്ന വാക്കാണ് ഇപ്പോ അത്. ഈ 2024 അവിടെ ചെന്ന് ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛവും മൂക്കും അല്ലാതെ വേറൊന്നും കിട്ടത്തില്ല. ചുമ്മാ അല്ല ഈ സായിയെ അരിയണ്ണൻ എന്ന് വിളിക്കുന്നത്. കാറിനകത്ത് മാത്രമേ ഉള്ളൂന്ന് ഈ പുരോഗാതമൊക്കെ. കാറിന് പുറത്ത് മണ്ണുണ്ണിയാണെന്ന് തോന്നുന്നു. ഹയറാർക്കിയും പിന്നെ പഴയ തമ്പ്രാൻ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു മൈൻഡിലൊക്കെ. ആ ഒരു ചിന്താഗതിയാണെന്ന് തോന്നുന്നു. ആ തോട്ട് പ്രോസസ് ആണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇടയ്ക്കിടയ്ക്ക്. വിവരവും ബോധവും വകതിരിവുള്ള ആരെയും പറയുന്ന കാര്യമാണോ സായി ഇന്ന് മീറ്റിംഗിൽ വിളിച്ച് പറഞ്ഞത്? ഇതൊരു വർക്ക് സ്പേസ് ആണ്, എല്ലാവരും സർ മാഡം എന്ന് വിളിക്കണമെന്ന്. എന്തുവാടേ ഇത്? കാറിലിരുന്ന് പുരോഗമനത്തെ കുറിച്ച് അഘോരാർത്ഥം പ്രസംഗിക്കുന്ന ഇവന്റെയൊക്കെ പൊയ്മുഖം ഇനിയും വേണ്ടത്ര അഴിഞ്ഞു വീണിട്ടില്ല എന്ന് പറയാനും വിശ്വസിക്കാനുമാണ് എനിക്കിഷ്ടം. ഇനിയും ഇതുപോലുള്ള കുറെ എക്സ്പോസിങ് നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. സായിയുടെ വായിൽ നിന്ന് തന്നെ ഇനി ഇതേപോലുള്ള കുറെ മണിമുത്തുകൾ ഒഴിഞ്ഞു വീഴും. വന്നപ്പോൾ ഇയാള് ഗബ്രിയെ താങ്ങിയപ്പോ ഞാൻ ഓർത്തു, ഇതാണോ സായി കൃഷ്ണ എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അയിത്തവും തീണ്ടലും ഹൈറാർക്കിയും കാസ്റ്റസും എല്ലാം ഉണ്ട് നമ്മുടെ സായിയുടെ ഉള്ളില്. ഗബ്രി എക്സ്പോസ് ആയ അത്രയും സായി എക്സ്പോസ് ആയിട്ടില്ല എന്നേ ഉള്ളൂ. വരട്ടെ, ഇനിയും ദിവസങ്ങൾ കിടക്കുമല്ലേ. എന്തായാലും ബിഗ് ബോസിന് നന്ദി, സീക്രട്ട് ഏജന്റിനെ പൊളിച്ചടുക്കിയതിന്.